വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകടല അല്ലെങ്കിൽ പൊരികടല ഉപയോഗിച്ച് ഒരു ലഡു തയ്യാറാക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് ഇത് വളരെ ഹെൽത്തിയുമാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഡുവാണ്. ഇതിപ്പം നമ്മൾ നെയ്യ് ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കൊണ്ട് നെയ്യുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പ്രായമുള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 100 ഗ്രാം പൊരികടല എടുത്തിട്ടുണ്ട്. പൊരികടല എന്നും പറയാറുണ്ട്, പൊട്ടുകടല എന്നും പറയാറുണ്ട്. നമ്മൾ മിക്സറിൽ കപ്പലണ്ടിയുടെ കൂടെ പൊരിച്ചിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ നമുക്ക് എല്ലാ ഷോപ്പുകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ ഏകദേശം 100 ഗ്രാം എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിലാണെങ്കിൽ ഏകദേശം 3/4 കപ്പിലും കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ വേണ്ടത് ഒരു 6-8 കാഷ്യൂ നട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര മെഷർമെൻറ്റ് കപ്പിൽ എടുത്തിട്ടുണ്ട്. ഒരു ഏലയ്ക്ക, പിന്നെ ഒരു 5-6 ടീസ്പൂൺ നെയ്യ് നമുക്ക് വേണ്ടി വരും. അത് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് എത്ര എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിന് വേണ്ടത്. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ പൊരികടല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നിറം മാറ്റിയൊന്നും വേണ്ട. പിന്നെ ചെറുതായിട്ടൊരു പച്ച മണമുണ്ട്, അത് മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് നിറം മാറുന്നത് വരെ ചൂടാക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മാത്രമേ നമുക്കിത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കുന്നതും ഈ പച്ച മണം ഒന്ന് മാറിക്കിട്ടാനും വേണ്ടിയാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഈ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം നമുക്ക് പഞ്ചസാരയും ഏലക്കയും ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ മിക്സി ജാറാണ് ഉപയോഗിക്കുന്നത്. വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ചെറിയ മിക്സി ജാർ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. പഞ്ചസാരയും ഏലക്കയും നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ പഞ്ചസാരയോ ഏതെങ്കിലും സാധനങ്ങൾ വളരെ ഫൈനായിട്ട് പൊടിക്കുന്ന സമയത്ത് പൊടിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ മിക്സിയുടെ ലിഡ് തുറക്കാതിരിക്കുക. തുറക്കുകയാണെങ്കിൽ കുറേ പൊടി ഇങ്ങനെ പറന്നു പോകും. അങ്ങനെ വളരെ തിന്നായിട്ടുള്ള പൊടി ഇങ്ങനെ പറന്നു പോകും. നമ്മുടെ മൂക്കിൽ കയറാനും ചാൻസ് ഉണ്ട്. അതുപോലെ കുറേ പൊടി ഇങ്ങനെ പറന്ന് അങ്ങനെ പൊടി പറന്ന് നമുക്ക് കുറേ വേസ്റ്റേജ് ഉണ്ടാവും. അതുകൊണ്ട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കുന്ന ഏത് സാധനങ്ങളും പൊടിച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ലിഡ് തുറക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊരികടലയും കൂടെ പൊടിച്ചെടുക്കാം. പൊരികടലയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. പൊരികടല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം പഞ്ചസാരയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും പൊരികടല പൊടിയും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനിടയ്ക്ക് ഒരു പാൻ ചൂടാക്കി നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി കാഷ്യൂ നട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. കുറച്ച് നെയ്യ് ചേർത്ത് കാഷ്യൂ നട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 4-5 ടീസ്പൂൺ നെയ്യ് ചൂടാക്കി വെക്കാം. ഒരുപാട് തിളയ്ക്കേണ്ട, ഒന്ന് ഉരുകി കിട്ടിയാൽ മതി. കാഷ്യൂ നട്ടും ഇതെല്ലാം കൂടെ പഞ്ചസാരയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യും ഉരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ റവ ലഡുവിന് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഓരോ ബാച്ചായിട്ട് മാവ് ഒതുക്കിയെടുക്കുക. എടുത്തിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇളം ചൂടോടുകൂടി തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്ത് നമുക്കിത് ഉരുട്ടാം. ഇങ്ങനെ കുറച്ച് നെയ്യ് ചേർത്ത് നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. റവ ലഡുവിനേക്കാളും ഇത് ചെറിയ സൈസിലാണ് ഉരുട്ടിയെടുക്കേണ്ടത്. ഇങ്ങനെ ഈ അളവിലായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഷേപ്പ് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരെണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ചെറിയ ചൂടോടുകൂടി തന്നെ നെയ്യ് ചേർത്ത് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഏകദേശം പകുതിയോളം ലഡു തയ്യാറാക്കി കഴിഞ്ഞു. നമുക്ക് ഇത്രയും ലഡു തയ്യാറാക്കാനായിട്ട് ഞാൻ ഏകദേശം ആദ്യം കാഷ്യൂ നട്ട് വറുത്തെടുത്തതും കൂടെ ചേർത്ത് ഒരു 7 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്.
അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും നെയ്യുടെ ആവശ്യമേ വരത്തുള്ളൂ. കുറച്ചായിട്ട് ചേർത്ത് ഇങ്ങനെ നനവ് വന്നതിന് ശേഷം ഉടനെ ഉരുട്ടിയെടുക്കുക. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പൊരികടല നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. റവ ലഡുവിനെ അപേക്ഷിച്ച് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാ ലഡുവും ഉരുട്ടി തയ്യാറാക്കി കഴിഞ്ഞു. ഏകദേശം 100 ഗ്രാം പൊട്ടുകടലയിൽ നിന്ന് നമുക്ക് ഒരു 13 ഇതേ അളവിന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിലും വലിയ സൈസ് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ കാണാൻ ഭംഗി ഈ ചെറിയ സൈസിലാണ് നല്ലത്. നമുക്ക് കടകളിൽ കിട്ടുന്നതും ഈ അളവിലാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഡുവാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് വേണ്ടി വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം. കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കുക. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള കമൻസും എനിക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.